ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇയാള് പറഞ്ഞൊക്കെ സത്യമാണോ? അയാള് പറഞ്ഞൊക്കെ സത്യം. കളരിക്കാണോ നീ പോയത്? ആ അതെ. എന്തിന്? ആരെ കൊല്ലാനായിരുന്നു നിന്റെ ഉദ്ദേശം? വേറെ ആരെയാ? സർപ്പദോഷം തീർക്കാൻ എനിക്ക് പകരം അവിടെ കേറിയിരിക്കുന്ന അവളെ കൊല്ലാൻ, ആ കൃഷ്ണയെ. മാഡം എന്തൊക്കെയാ കേക്കുന്നേ? അവള് ചത്തു പോകുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നി. അല്ലെങ്കിൽ പതുക്കെ പതുക്കെ അവള് നവീന്റെ മനസ്സിലും ആ കുടുംബത്തിലെ മറ്റുള്ളവരുടെ മനസ്സിലും സ്ഥാനം പിടിക്കും. അതെന്നെ കൊണ്ട് സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു തീരുമാനം എടുത്തത്. ശരി ശരി, എന്നാ ഞാൻ പോയി മര്യാദ ചൊല്ലവരെ കൂട്ടിട്ട് വരാം. അവര് ചൊല്ലട്ടും. വേണ്ട സിനി, അയാൾക്ക് നഷ്ടപരിഹാരം എന്താ വെച്ചാൽ കൊടുത്തേക്ക്. அம்மா, உங்களுக்கு பெரிய மனசு. நல்லா வருமா, நல்லா வரும். வரட்டுமா? അഹങ്കാരത്തിന്റെ അളവ് നിയന്ത്രിക്കാതെ പോയത് എന്റെ തെറ്റ്. നിന്റെ എല്ലാ ആഗ്രഹങ്ങളും സഹിച്ചു തരാൻ എന്തിനും തയ്യാറായിട്ട് നിന്നവളാ ഞാൻ. പക്ഷെ ഇപ്പൊ നീ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കൊലപാതകമാ. അതിന് കൂട്ടു നിൽക്കാൻ എന്നെ കൂടെ പറ്റുന്നില്ല. എങ്ങനെ എങ്ങനെ നിനക്കൊക്കെ ചെയ്യാൻ തോന്നുന്നത്? ആര് പറഞ്ഞാൽ നീ ഒന്ന് അനുസരിക്കുക. നിന്നെ കുറിച്ചുള്ള പ്രതീക്ഷകൾ മുഴുവനും ഓരോ നിമിഷവും എന്റെ മുമ്പിൽ തകർന്നു വീണോണ്ടിരിക്കുക. നിനക്ക് വേണ്ടി ത്യാഗം ചെയ്യുന്ന ഒരാളെ കൂടി നിനക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല കുട്ടി. അതിന് പറ്റിയില്ലെങ്കിൽ നിനക്കുള്ള വിദ്യാഭ്യാസത്തിന്റെയും പൊതുബന്ധത്തിന്റെ അർത്ഥം എന്താ? നിനക്ക് വേണ്ടി മരണം പോലും സ്വീകരിക്കാനായിട്ട് തയ്യാറായവളാ കൃഷ്ണ. അവളെ കൊല്ലാനായിട്ട് നീ പുറപ്പെട്ടെന്ന് പറഞ്ഞ നിന്നെ കുറിച്ച് നല്ല വാക്കുകൂടി എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല. എനിക്ക് കാണണ്ട ഇപ്പൊ നിന്നെ. എന്റെ മുന്നിൽ നിന്ന് പോ. എന്റെ മുന്നിൽ നിന്ന് പോരാ പറഞ്ഞ കഥ. എന്റെ കണക്കൂട്ടിലെല്ലാം വല്ലാണ്ട് പഴിച്ചതിന് ഇതിപ്പോ എവിടുന്ന് തിരുത്തി തുടങ്ങണമെന്ന് എനിക്കറിയില്ല. എനിക്കറിയില്ല. ആ മോളെ. ഗോപാലമാമ, മോളെന്താ ഈ നേരത്ത്? എനിക്ക് ഈ വ്രതം തീർക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്തു പറ്റി? ആർക്ക് വേണ്ടിയിട്ടാ ഗോപാലമാമ ഞാനിതൊക്കെ ചെയ്യുന്നത്? മരണത്തെ കൂടെ ഞാൻ പേടിക്കാതെ ഇത്രയൊക്കെ ഞാൻ ചെയ്യുന്നത് ഗാഥയ്ക്ക് നവീന്റെ കൂടെ ജീവിക്കാൻ വേണ്ടിയിട്ടല്ലേ? എന്നിട്ടും ആ ചിന്ത ഗാഥയ്ക്കില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ ഇത്ര കഷ്ടപ്പെടുന്നേ? ആ പെണ്ണ് ഫോൺ വിളിച്ച് മോളോട് എന്തെങ്കിലും പറഞ്ഞോ? ഫോൺ വിളിച്ചതല്ല, നേരിട്ട് വന്നു. എന്തിനാന്നറിയോ? എന്നെ കൊല്ലാൻ.
ഏ കൊല്ലാനോ? അതെ, സർപ്പശാപുള്ള കുടുംബത്തിനകത്ത് കിടന്ന് പാമ്പ് കടിയേറ്റ് ഞാൻ മരിച്ച ആർക്കും ഒരു സംശയം ഉണ്ടാവില്ലല്ലോ. ഒരു പാമ്പാട്ടിയും കൂട്ടി അവളിങ്ങോട്ട് വന്നേ. ഏ മോളെ, മോളെ എന്തൊക്കെ ഈ പറയുന്നേ? അതെ ഗോപാലൻ മാമ, ദേ കുറച്ചു മുന്നേ അവളിവിടെ നിന്ന് പോയതേ ഉള്ളൂ. പാമ്പാട്ടിയോട് അവളെ തർക്കിക്കുന്നത് കേട്ടിട്ടാ ഞാൻ നോക്കിയത്. കൊല്ലാൻ തീരുമാനിച്ചിട്ട് തന്നെയാ വന്നേ. എന്തോ ഭാഗ്യത്തിന് തൽക്കാലം ഞാൻ രക്ഷപ്പെട്ടെന്നേ ഉള്ളൂ. മോളെ, ഇത് സിത്താര മാഡത്തിനോട് പറഞ്ഞാലോ? അവരോടൊക്കെ പറഞ്ഞിട്ട് എന്തിനാ? സ്വന്തം മോള് ചെയ്യുന്നത് എന്തായാലും ലോകത്തിലെ ഏറ്റവും നല്ല പ്രവൃത്തിയായിട്ടല്ലേ അവര് കാണുന്നത്. ഇപ്പൊ തന്നെ ഇവിടുന്ന് ഇറങ്ങിയാലൊന്നും ഞാൻ ആലോചിച്ചതാ. പക്ഷെ അങ്ങനെ ഇറങ്ങിയാല് നല്ലവരായ ഈ കുടുംബത്തിനാണല്ലോ പ്രശ്നം. അത് ഓർത്തിട്ടേ ഞാനിവിടെ ഇങ്ങനെ നിൽക്കുന്ന. നവീന ഈ കുടുംബത്തിനും സർപ്പശാപം ഒഴിഞ്ഞു കിട്ടുകയാണെങ്കിൽ ചാവുന്നതിന് മുൻപ് ഒരു നല്ല പ്രവൃത്തി ചെയ്യാലോ എന്ന് വിചാരിച്ചതാ. അപ്പഴാ കരുതിക്കൂട്ടി എന്നെ കൊല്ലാൻ വേണ്ടി അവരിറങ്ങിയിരിക്കുന്ന. മോളെ, ഇത് കേട്ടിട്ട് ഗോപാലമാമൻ എന്താ പറയാ? ഹോ, മനുഷ്യർ ഇത്രയും ക്രൂരന്മാരാകുവോ? മോളുടെ ജീവൻ നഷ്ടപ്പെടുത്തിയിട്ട് അവക്കെന്താ കാര്യം? ഭാഗ്യല്ലേ ഗോപാല മാമ, ഞാൻ നവീന്റെ അടുത്ത് നിന്നു. നവീൻ എന്റെ ദേഹത്ത് തൊട്ടു. കുറ്റങ്ങൾ ഒരുപാടല്ലേ എനിക്ക്. കാശുള്ളവർക്കൊക്കെ അത് വലിയ കുറ്റാണ്. ഒരു കാര്യം ഞാൻ ഗോപാലമ്മയോട് പറയാം. ഇതും കൂടി ഞാൻ അവളോട് ക്ഷമിക്കും. ഇനി ഗാജയുടെ ഭാഗത്തു നിന്നും ചെറിയൊരു പ്രശ്നം ഉണ്ടായാൽ കൂടി ഞാനിത് പൂർത്തിയാക്കാൻ നിൽക്കില്ല. ഞാൻ ഇറങ്ങിപ്പോവും. മോളെ, സിത്താര മാഡത്തിന്റെ മോള് ഏതെങ്കിലും തറവാട്ടി പോയി സുഖിച്ചു കഴിയണമെന്ന് ഗോപാലമാമൻ കരുതിയിട്ടില്ല. ഗോപാലമാമന് നിന്റെ അമ്മയാ പ്രശ്നം. നിനക്ക് സഹിക്കാൻ പറ്റില്ലെന്ന് തോന്നിയ നീ ഇറങ്ങിയേക്ക് മോളെ. പിന്നെ നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം. സിത്താര മാഡത്തിന്റെ അവളുടെയൊക്കെ ഭീഷണിയല്ലേ? അങ്ങനെ വന്നാല് ഈ നാട്ടില് പോലീസ് നിയമമൊക്കെ ഉണ്ടല്ലോ. എന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. വേണമെങ്കില് ഗോപാലമ്മയോട് എനിക്ക് കാര്യങ്ങൾ വിളിച്ചു പറയാൻ പറ്റും. അമ്മയോട് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞ അതിന്റെ അപ്പുറം അമ്മ ജീവനോടെ ഉണ്ടാവോ? എനിക്ക് മടുത്തു ഗോപാലമാമ. ഏത് നേരത്താണാവോ ഇങ്ങനൊരു വേഷം കിട്ടാൻ എനിക്ക് തോന്നി. ഗോപാലമാമ ഫോൺ വെച്ചോ. ഇന്ന് രാത്രി തന്നെ. ഇനി ഏതെങ്കിലും വഴിക്ക് അവൾ എന്നെ കൊല്ലാൻ ശ്രമിക്കുമെന്നറിയില്ല. ചത്തിട്ടില്ലെങ്കിൽ ഞാൻ നാളെ വിളിക്കാം. ദുഷ്ടത്തരത്തിനൊരു കണക്കില്ലേ? എന്താ ഈ മനുഷ്യന്മാരൊക്കെ ഇങ്ങനെ ആയിപ്പോയത്? കഷ്ടം.